ഹലോ ഗൈസ്. സോ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് മോസ്റ്റ്ലി ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്റ്റൈലിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഈ രണ്ട് ക്യാൻഡിൽ പാറ്റേൺ, അതായത് റിജക്ഷൻ പാറ്റേണും പിന്നെ ഒരു എൻഗൾഫിംഗ് പാറ്റേണും നമ്മൾ പഠിച്ചു. അത് കൂടാതെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ അല്ല. നമുക്കറിയാം, നിങ്ങൾ മോസ്റ്റ്ലി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുക. അതിലൊന്നാമത്തത് പുൾ ബാക്ക് ട്രേഡിംഗ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പുൾ ബാക്ക് ട്രേഡിംഗ് ആണ്. കാരണം പല സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്നതിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുൾ ബാക്ക് ട്രേഡിംഗ് കൊണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്. ഈ പുൾ ബാക്ക് ആൻഡ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ തന്നെ പല വേർഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തും യൂസ് ചെയ്യാതെയും വോളിയം യൂസ് ചെയ്തും ഒക്കെ ട്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ ബേസിക്കലി പുൾ ബാക്ക് ട്രേഡ്സിൽ ഞാൻ അധികം വോളിയംസിൻ്റെ യൂസ് ചെയ്യാറില്ല. കാരണം മാർക്കറ്റ് എപ്പോഴും പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് വോളിയം അത്രയും ഒരു സിഗ്നിഫിക്കൻറ്റ് ലെവലിൽ നമുക്ക് പൊതുവേ കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ അധികം വോളിയം യൂസ് ചെയ്യുന്നില്ല. വോളിയത്തിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാതിരുന്നത്. അതേസമയത്ത് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്, നോർമലി ഞാൻ ചെയ്യുന്ന ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ വോളിയം ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു നെക്സ്റ്റ് സിമ്പിൾ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. നമ്മൾ എല്ലാ സമയത്തും മാർക്കറ്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റ് രണ്ട് സ്റ്റൈലിലാണ് വർക്കാവുന്നത്. ഒന്ന് റേഞ്ച് കോൺട്രാക്ഷനും പിന്നൊന്ന് റേഞ്ച് എക്സ്പാൻഷനും. വീണ്ടും റേഞ്ച് കോൺട്രാക്ഷൻ, റേഞ്ച് എക്സ്പാൻഷൻ. ഈ രീതിയിലായിരിക്കും എല്ലാ മാർക്കറ്റ് എല്ലാ സമയത്തും വർക്കാവുന്നത്. ഇതൊരു റേഞ്ച് കോൺട്രാക്ഷനാണ്, ഇതൊരു റേഞ്ച് എക്സ്പാൻഷനാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ റേഞ്ച് കോൺട്രാക്ഷൻ കാണാം, ചെറിയൊരു എക്സ്പാൻഷൻ കാണാം. എക്സ്പാൻഷനാണ്, കോൺട്രാക്ഷനാണ്. നോർമലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ സമയത്ത് നമ്മളവിടെ വേറെ കൺഫ്ലുവൻസ്, അതായത് ഫിബൊനാച്ചി വെച്ചിട്ടുള്ളൊരു കൺഫ്ലുവൻസും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള സമയത്ത് എല്ലാ സമയത്തും നമുക്ക് വളരെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അതിനുശേഷം ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഈ രീതിയിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല, റൈറ്റ്? പക്ഷേ നമ്മൾ നോക്കുന്ന എന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസിലെത്തുമ്പോൾ അതിന് ഒരു ടൂൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു ടൂളാണ് ക്യാൻഡിൽ കൺജഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, മാർക്ക് മിനർവേനി അല്ലെങ്കിൽ അതുപോലെ ഡാൻസാങ്ങർ, ഇതുപോലെയുള്ള പല ആൾക്കാരും അവരുടെ തിയറിയിൽ പറഞ്ഞിട്ടുള്ള, അവരുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ടാകും ബുക്കുകളിൽ. അതായത് കോൺട്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം, ഇപ്പോൾ മാർക്ക് മിനർവേനി ആണെങ്കിൽ VCP എന്ന് പറയുന്നൊരു പാറ്റേൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കറിയാം. ബട്ട് ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സമയത്തും നമുക്ക് നല്ലൊരു ട്രേഡ്, അത് ബ്രേക്കൗട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പുൾ ബാക്കിലാണെങ്കിലും കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സമയത്തും നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ആൾക്കാർ എന്തെങ്കിലും ഒരു ലെവലിൽ കോൺട്രാക്ഷന് വേണ്ടി തപ്പി നടക്കുമ്പോൾ അതുപോലെയുള്ള കോൺട്രാക്ഷൻസ് ഫെയിൽ ആവാനുള്ള ചാൻസസ് പല സമയത്തും കാണാറുണ്ട്. സോ നമ്മളിത് ഇത്രയേ ചെയ്യുന്നുള്ളൂ, ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചു വന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇപ്പോൾ അതിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു റിജക്ഷൻ തരണം എന്നുള്ളത്. ഇത് ഒരു ഓപ്ഷനാണ്, മാർക്കറ്റ് റിജക്ഷൻ തരിക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അവിടെ, അതായത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്, ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സ്ട്രെങ്ത് കുറയുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾക്ക് വളരെ ടൈറ്റായിട്ടുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ, ഇനി ആ പാറ്റേണിന് ശേഷം ആ ക്യാൻഡിൽസിൽ കുറച്ച് ക്യാൻഡിൽസിനെങ്കിലും എൻഗൾഫ് ചെയ്യുന്ന ഒരു എൻഗൾഫിംഗ് കൈൻഡ് ഓഫ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ ഇല്ല. ഒരു ബ്ലൈൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡ് എന്നല്ലാതെ വേറൊന്നുമില്ല. അതേസമയത്ത് നമ്മൾ ഈ ഒരു ഇത് നമുക്കറിയാവുന്ന പോലെ ഒരു അവർലിയിൽ വരച്ചിട്ടുള്ള, ഇത് വീക്ക്ലിയിൽ വരച്ചിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ടിൽ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കാണാം, ആദ്യം ഒരു റിജക്ഷൻ വന്നു. നമുക്കറിയില്ല റിജക്ഷൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് വീണ്ടും ഈ ലെവലിലേക്ക് പോകുമ്പോൾ ഈ ലാസ്റ്റ് കുറച്ച് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു സംഭവം ഇത് ഞാൻ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ തരത്തിലുള്ള ഒരു കോൺട്രാക്ഷൻ,
അത് ഇൻസൈഡ് ബാർ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസൈഡ് ബാർസ് ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. ബട്ട് ഇൻസൈഡ് ബാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതുപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ. പക്ഷേ അതിന് ശേഷം നമുക്കൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ കിട്ടിയിട്ടില്ല. എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? നമുക്ക് ഈ ടൈറ്റ് പ്രൈസ് ആക്ഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ടൈറ്റ് പ്രൈസ് ആക്ഷൻ ഉണ്ട്. പക്ഷേ ആ ടൈറ്റ് പ്രൈസ് ആക്ഷൻ ശേഷം ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആരാണ് ഈ മാർക്കറ്റിൽ ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള സമയങ്ങളിൽ ഒരു പാറ്റേൺ, ആ പാറ്റേണിന് ശേഷം ഇതുപോലെയുള്ളൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ പെർഫെക്ഷന് വേണ്ടി പോകണ്ട. നമ്മൾ നോർമലി ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ തിയറിയിൽ പഠിക്കുന്ന തരത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ എൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാൻ സാങ്ങർ അല്ലെങ്കിൽ സ്റ്റാൻ വെയിൻസ്റ്റീൻ ഇതുപോലെയുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് പണ്ടത്തെ, റൈറ്റ്? അവർ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ബുക്സിലും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മാർക്ക് മിനർവിനിയുടെ പ്രൈവറ്റ് ആക്സസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വിംഗ് കോഴ്സ് ഉണ്ട്, 1 ഇയർ നീണ്ടു നിൽക്കുന്നത്. അതൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലൊക്കെ എന്താ പറയണ്ടേ, ഇതുപോലെയുള്ളൊരു സിമ്പിൾ സെറ്റപ്പാണ് അവർ യൂസ് ചെയ്യുന്നത്. ബട്ട് കണ്ടിന്യൂസ്ലി അവരത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സംഭവം നിങ്ങൾക്ക് 2 വീഡിയോ കണ്ട് അതിൽ നിന്ന് നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് പകരം മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് ഓരോ പോയിന്റിലും നോക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. ഇതിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏരിയാസിൽ ക്യാൻഡിൽ പാറ്റേൺ എങ്ങനെയാണ്, ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ നമ്മളുടെ ഫിബൊനാച്ചി ടൂളൊന്ന് ഡ്രോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിലേക്കാണ് അത് റീട്രേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ഒരു റിജക്ഷന് ശേഷം നമുക്കിവിടെ ഒരു ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ക്യാൻഡിൽ പല ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്യാൻഡിലായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രോങ് റിജക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സ്റ്റേ എവേ ചെയ്യുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് എഗെയിൻ നിങ്ങളവിടെ വീണ്ടും പ്രോപ്പർ നമ്മളുടെ നേരത്തെ വരച്ച് വെച്ച സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, അലേർട്സ് ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എത്തി വീണ്ടും മാർക്കറ്റ് റിജക്ഷൻ കൊടുത്ത് ഒരു എൻഗൾഫിംഗ് കൊടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കൈൻഡ് ഓഫ് ട്രേഡ്സ്, പുൾ ബാക്ക് ട്രേഡ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലെവലിൽ നിന്ന് വീണ്ടും ഇതുപോലെയാണ് നമ്മൾ വരച്ച ഒരു ലെവലിൽ നിന്ന് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഒരു ഫിബൊനാച്ചി വരച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് 50% കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും കാണാം മാർക്കറ്റ് ഒരു റിജക്ഷൻ കൊടുക്കുന്നു, അതുപോലെ ഒരു ക്യാൻഡിൽ കൊടുക്കുന്നു, നമുക്കിവിടെ നിന്ന് എൻ്റർ ചെയ്യാനുള്ള. അപ്പോൾ ഇത് കുറച്ച് വർക്ക് ചെയ്യുന്ന ക്യാൻഡിൽ വെച്ച് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസ് എ സ്വിംഗ് ട്രേഡർ, ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ 1-2 സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, അതിൽ നമ്മൾ മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് തിങ്സ് അപ്ലൈ ചെയ്യുന്നു. മേ ബി നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ്, മന്ത്ലി മുതൽ താഴേക്ക് അനാലിസിസ് ചെയ്യുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റോക്കിനെ വെച്ച് അതിൽ എന്തൊക്കെ സംഭവിക്കും അതിനൊക്കെ നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ടാണ് നമ്മളുടെ അനാലിസിസ് ചെയ്യുന്നതും ട്രേഡ് എടുക്കുന്നതും. അതിനുവേണ്ടി നമ്മൾ അധികം എന്താ പറയണ്ടേ, ഒരു സെറ്റ് ഓഫ് റൂൾസ് അവിടെ ഉണ്ടാവുമെങ്കിൽ പോലും ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ കൺസെപ്റ്റ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റോക്സ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഈ സപ്പോർട്ട് വരച്ച് നമുക്ക് അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോഴ്സ്ഫുള്ളി ട്രേഡ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പല സമയത്ത് അറിയാം, നമ്മൾ ഒരു 1-2 സ്റ്റോക്കിൽ മാത്രം ഇൻട്രാഡേ, ഇപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നൊരു സംഭവമാണ്. പല സമയത്ത് നമ്മളുടെ ട്രേഡ് ഫോഴ്സ്ഡ് ആയി പോകും. കാരണം 1-2 ദിവസം നല്ല ട്രേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിച്ച് ഇമ്മീഡിയറ്റ്ലി ഒരു ട്രേഡ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. സ്പെഷ്യലി ബാക്കിയുള്ള ആൾക്കാർ അവരുടെ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുമ്പോൾ എല്ലാവർക്കും തോന്നും അതായത് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മിസ്സാവുന്നത് എന്നുള്ളൊരു സംഭവം. അതേസമയത്ത് സ്വിംഗ് ട്രേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല ചില സമയത്ത്. ബട്ട് ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെയുള്ളത് കിട്ടിയാൽ പോലും നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങളുടെ ട്രേഡിങ്ങിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സ്ട്രെസ്, അതായത് നമ്മൾ നോർമലി ഇൻട്രാഡേയിൽ എടുക്കുന്ന സ്ട്രെസ്സിൻ്റെ എത്രയോ ഇരട്ടി കുറവായിരിക്കും. ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ നമ്പർ ഓഫ് ട്രേഡ്സ് കുറവായിരിക്കും, ബട്ട് നിങ്ങളുടെ റിട്ടേൺസ്, അതായത് 1:10, 1:7, 1:5 ഈ ഒരു രീതിയിലുള്ള റിട്ടേൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ മെൻ്റൽ പീസ് ഉണ്ടാവും.
അതുപോലെ എക്സ്പെൻസസ് ഉണ്ടാവില്ല. കാരണം ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ചാർജസും കാര്യമായിട്ട് എക്സ്പെൻസസും കാര്യങ്ങളും വരും. ഇതുപോലെ ഒന്നുമില്ല നമുക്കിത് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിനു വേണ്ടി പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് പല സമയത്തും വായിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ടല്ലോ, നമുക്കറിയാം ജെസ്സി ലിവർമോറിൻ്റെ ഹൗ ടു ട്രേഡ് ഇൻ സ്റ്റോക്സും, അതുപോലെ അദ്ദേഹത്തിനെക്കുറിച്ച് എഴുതിയ റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ എന്നുള്ള ബുക്ക്. അതിനകത്ത് എല്ലാ സമയത്തും സർ ജെസ്സി ലിവർമോർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും എൻ്റെ എൻട്രി കൊണ്ടല്ല, പക്ഷേ എൻട്രി എടുത്തതിന് ശേഷവും അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേയും വെയിറ്റ് ചെയ്യാനുള്ള എൻ്റെ പേഷ്യൻസ് കൊണ്ടാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ എൻട്രി എടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എന്നെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും എൻ്റെ അത്രയും പൈസ ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ കാരണം ട്രേഡ് എടുത്തതിന് ശേഷം ഐ ന്യൂ ഹൗ ടു സിറ്റ്. അപ്പോൾ ഈ സിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസിലാണ് ഞാൻ എൻ്റെ പൈസ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് എന്ന് സർ ജെസ്സി ലിവർമോർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇൻട്രാഡേ ട്രേഡും സ്വിംഗ് ട്രേഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇവിടെ എക്സ്പയറി ഇല്ല, അതുപോലെയുള്ള ടെൻഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 35 ദിവസം 40 ദിവസം വെയിറ്റ് ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ 10 ട്രേഡ് എടുത്ത് നമ്മളുടെ ക്യാപിറ്റലിനെ നമ്മൾ 2% ഇൻക്രീസ് ആക്കുമ്പോൾ, സ്വിംഗ് ട്രേഡ് ഇതുപോലെയുള്ള സ്റ്റോക്സിൽ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ട്രേഡ് 1.5 മാസം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ 8% 10% ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഡിപ്പെൻസ് ഓൺ ദ പൊസിഷൻ സൈസിങ്. ബട്ട് ഞാൻ അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞത്. എല്ലാ ദിവസവും കുറേ വരച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു എൻഗൾഫിംഗ് ബാറോ അതുപോലെ വരുമ്പോൾ ട്രേഡ് എടുക്കാതെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക. കൺഫ്ലുവൻസസിന് വേണ്ടി എല്ലാ സമയത്തും വെയിറ്റ് ചെയ്യുക. കൺഫ്ലുവൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചു, അതിൽ നമ്മൾ ലോവർ ലോ ലോവർ ഹൈ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലോവർ ലോ ലോവർ ഹൈ ഉണ്ടാക്കി താഴേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട് എന്ന് വെച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ അതിൻ്റെ ഒരു കൺഫ്ലുവൻസ് ഉണ്ടെന്ന് വെച്ചിട്ടല്ല നിങ്ങളിവിടെ ട്രേഡ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ടല്ല, ബട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ മാർക്കറ്റ് ഒരു ബയേഴ്സിൻ്റെ ഒരു ആധിക്യം കാണിച്ചതുകൊണ്ടും അവിടെ നമ്മൾ പറഞ്ഞ കുറച്ച് സെറ്റപ്പ് വരുന്നതുകൊണ്ടും അവിടെ ഒരു കൺഫ്ലുവൻസ് മാത്രമാണ് ഈ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ക്ലിയറായി വിചാരിക്കുന്നു. ഇനി വേറൊരു ടെക്നിക്കൽ അനാലിസിസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ട്രെൻഡ് ലൈൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. ട്രെൻഡ് ലൈൻ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, പല ആൾക്കാരും യൂസ് ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഓപ്പോസിറ്റ് സൈഡിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ട്രെൻഡ് ലൈനെ കുറിച്ചുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രെൻഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ആൽക്കം ലാബിൻ്റെ ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ സ്മൂത്തായിട്ടുള്ളൊരു സൂപ്പർ ട്രെൻഡാണ് മുകളിലേക്കുള്ളത്. റൈറ്റ്, ഈ ഒരു രീതിയിൽ നമുക്കൊരു സംശയമില്ല, മാർക്കറ്റ് വളരെ സൂപ്പറായിട്ട് ട്രെൻഡിങ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ഇവിടുന്ന് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്നല്ല അതിൻ്റെ നോർമലി അർത്ഥം. ഈ ട്രെൻഡ്, അതായത് നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റീപ്പ് ട്രെൻഡിൻ്റെ മൊമെൻറ്റം കുറഞ്ഞിട്ട് അത് വീണ്ടും അതിനേക്കാളും കുറഞ്ഞ മൊമെൻറ്റിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുമെന്നുള്ളതാണ് നോർമലി ട്രെൻഡിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലെ കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് നാളെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നല്ല, അങ്ങനത്തെ റിജിഡ് റൂൾസ് ഒന്നും മാർക്കറ്റിലില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈമും, അതായത് ട്രെൻഡ് ലൈൻ എത്ര സ്റ്റീപ്പാണോ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റീപ്നെസ് കുറഞ്ഞ് മാർക്കറ്റിൻ്റെ പിന്നെയുള്ള മൊമെൻറ്റം വീണ്ടും താഴേക്ക് വരും എന്നുള്ളതാണ് നോർമലി ട്രെൻഡ് ലൈനിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇത് മെൻഷൻ ചെയ്യുന്നത്? കാരണം നമ്മളൊരു ട്രേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രേഡിനെ മാക്സിമം നമ്മൾ ട്രെയിൽ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിന് ഏറ്റവും കൂടുതൽ നല്ലൊരു സ്ട്രോങ് ട്രെൻഡാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കേണ്ടി വരും. ബട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് നമുക്ക് മൂവിങ് ആവറേജിൽ നമുക്ക് ട്രെയിൽ ചെയ്യാം. അതുപോലെ ഈ ട്രെൻഡ് ലൈൻ വെച്ചിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. ഇനി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എല്ലാം കൂടെ വിൽക്കണം എന്നല്ല. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ സൈസിങ് കട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു 1000 ഷെയർസാണ് വാങ്ങിയിട്ടെങ്കിൽ നമുക്കത് 500 700 ആയിരുന്നു നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള 44-45% മൂവ് ആണ് എങ്കിൽ, ഇത് എല്ലാ സമയത്തും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂവ്സ്. ബട്ട് നമുക്ക് കിട്ടുന്ന മൂവ്സ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനേക്കാൾ ഒരു 5 times 7 times 10 times കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടി എന്ന് പറയുന്ന ഒരു സാധനം ട്രേഡിങ്ങിൽ ആവശ്യമില്ല. ബിക്കോസ് നമ്മളുടെ ബാക്കി വരുന്ന ഇപ്പോൾ ഒരു 1:10 ആണ് ഈ ട്രേഡിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇനി അടുത്ത 10 ട്രേഡ്സ് ലൂസ് ആയാൽ പോലും നമ്മൾ സ്റ്റിൽ ലോസിൽ പോയില്ല. നമ്മുടെ പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു കോൺഫിഡൻസ് നമ്മളെ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ചാർട്ട് ഇത് നമ്മൾ ഡെയിലി
ലൈനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഡെയിലി ലൈനിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റും. പല തരത്തിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്തുമ്പം ഇമ്മീഡിയറ്റ്ലി അവിടെ ബൈ ചെയ്ത് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. അവിടെ മിസ്റ്റേക്സുകളൊന്നുമില്ല. ബട്ട് നമ്മളുടെ ഒരു പ്ലാൻ പ്രകാരം ഇവിടെ ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഡെഫിനറ്റ്ലി കിട്ടില്ല. റിജക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അതുപോലെ ഒരു എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാനില്ല. അതേസമയത്ത് ഈ ലെവലിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. ഇതൊരു വീക്ക്ലി സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ മൾട്ടിപ്പിൾ സ്ഥലത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ റിജക്ഷൻ ഉണ്ട്, അതിനുശേഷം പക്ഷേ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണുള്ളത്. പിന്നെയുള്ള ക്യാൻഡിൽ ബിഗ് ആണ്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് റിസ്ക് റിവാർഡ് ബേസിസിൽ അത്ര നല്ലൊരു ട്രേഡ് ആയിരിക്കണമെന്നില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതും കൂടി നോക്കുക. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വീണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഒരു തരത്തിലുള്ള റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് അതായത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ നല്ലൊരു ടൈറ്റ് പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രൈസ് ആക്ഷനെ ക്രോസ് ചെയ്യുന്ന ഒരു ക്യാൻഡിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്സ് ആണ്. ഗ്യാപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ബട്ട് എങ്കിലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതിവിടെ ഈ ഒരു പോയിന്റിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു ഗ്യാപ്പ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്കറിയാം ഗ്യാപ്പിന് ശേഷം നല്ലൊരു സൂപ്പർ മൂവ്മെൻറ്റും ഇവിടെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5% മൂവ്മെൻറ്റ് ഒരു സിംഗിൾ ഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇമ്മീഡിയറ്റ്ലി ആ നല്ലൊരു പ്രോഫിറ്റാണ് 1:3 ആയി ഞാൻ വിൽക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അത് മാക്സിമം ഊറ്റാൻ ശ്രമിക്കുക. ഈ മാക്സിമം ഊറ്റുക എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ 2 ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്ത് ഇവിടെ ഈ ഒരു സിംഗ് ക്രിയേറ്റ് ആകുമ്പോൾ ബ്രേക്ക് ഇവണിലേക്ക് മാറ്റാം. പക്ഷേ പേഷ്യൻസ്. അഗെയിൻ ഞാൻ സർ ജസീൽ വെർമൂർ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. മണി ഈസ് മെയ്ഡ് ഇൻ ദ സിറ്റിംഗ്. ഏഷ്യൻ പെയിൻറ്റ്സ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി ഒരു ഡെയിലിയുടെ കൺസെപ്റ്റിലല്ല. നമുക്ക് കാണാം ഈ ഒരു ലെവലിൽ നമുക്കൊരു 1 hour സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണാം. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ലോവർ ടൈം ഫ്രെയിമിൽ അതിൻ്റെ വിപ്സോസും കാര്യങ്ങളും കൂടുതലായിരിക്കും. അത് മറക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റഡ് ആയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ചെറിയൊരു റിജക്ഷൻ, പിന്നൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ലെവലിലും നമുക്കൊരു റിജക്ഷനും പിന്നെ എൻഗൾഫിംഗ് ടൈപ്പുള്ള ക്യാൻഡിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ഒരു എറൗണ്ട് ഉണ്ട്, പക്ഷേ നമുക്കതൊരു പെർഫെക്റ്റ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. സോ വെൻ ഇൻ ഡൗട്ട് ജസ്റ്റ് ടേക്ക് എ സ്മോൾ സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും സ്പെഷ്യലി സ്വിങ്ങിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത പൊസിഷൻ സൈസിങ്ങിൻ്റെ ഹാഫ് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു പെർ ട്രേഡ് 10,000 ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തതെങ്കിൽ ആ ട്രേഡിൽ നിങ്ങൾക്ക് 5,000 മാത്രമേ ലോസ് ആവും. കാരണം നമ്മൾ അത്ര കൺവിൻസ്ഡ് ആയിരുന്നില്ല. ബട്ട് നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ പോലും നമ്മൾ ട്രേഡ് 100% എലിമിനേറ്റ് ചെയ്യുന്നതും ഒരു ഓപ്ഷനാണ്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൂൾ നമ്മൾ ഫോളോ ചെയ്തില്ല എന്ന് വരും. സോ അങ്ങനെയുള്ള റൂൾസിൻ്റെ ചേഞ്ചസ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഈ ഒരു ലെവലിൽ ഇപ്പോൾ നമ്മൾ റിജക്ഷന് ശേഷം വന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ബോഡിയും വിക്സും നമുക്ക് കാണാൻ പറ്റും. ഈ ബോഡി ക്യാൻഡിലിൻ്റെ ടോട്ടൽ ഹൈറ്റിനേക്കാളും 50% താഴെയാണുള്ളത്, റൈറ്റ്? അതായത് ഈ ക്യാൻഡിലിനെ കുറിച്ചാണ് പറയുന്നത്. 1 hourൽ 21 ഡിസംബറിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ ഇതുപോലെയുള്ള ക്യാൻഡിൽ വരുമ്പോൾ, അതായത് ബോഡിയുടെ സൈസ് ടോപ്പ് വിക്കിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഞാൻ എടുക്കില്ല എന്നുള്ള റൂൾ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് റൂൾ ചെയ്യാൻ പറ്റുന്നത് എൻഗൾഫിംഗ് ടൈപ്പ് ആണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ, അതായത് റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ബോഡിയെ എൻഗൾഫ് ചെയ്യുന്ന ക്യാൻഡിലാണെങ്കിൽ ഞാൻ 100% ട്രേഡ് എടുക്കും. ബട്ട് അതിൽ 50% താഴെയാണ് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ബോഡി എങ്കിൽ ഞാൻ എൻ്റെ ടോട്ടൽ ആക്ച്വൽ പ്ലാൻ ചെയ്തതിൻ്റെ 50% മാത്രമേ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പഠിക്കാനുണ്ട്. ഞാനും നിങ്ങൾക്ക് ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഞാനും ഇരുന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുക ചെയ്യുന്നത്. പല സമയത്ത് ഞാൻ ട്രേഡിങ്ങിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ മോസ്റ്റായിട്ട് വായിക്കുന്ന പല ബുക്സ് ഞാൻ റീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും. അതുപോലെ എല്ലാ സമയത്തും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞാനിനി ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്കും വരാതിരിക്കുക. ഇപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ 2 ഡിസംബറിൽ തുടങ്ങി ഞാനിപ്പം മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പഴയ ട്രേഡേഴ്സിൻ്റെ ട്രേഡ്സ് ഞാൻ റിവ്യൂ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്ത് നോക്കുന്നത് ഒരു ബാക്ക് ടെസ്റ്റാണ്. അതായത് അവിടെ എൻ്റെ കൺസെപ്റ്റിൽ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ട്രേഡ് എടുത്തത്, അവിടെ ഞാൻ എങ്ങനെ ട്രേഡ് എടുക്കുമായിരുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ
മിനർവേനി, നിങ്ങൾക്കറിയാം മാർക്ക് മിനർവേനിയുടെ അദ്ദേഹം ട്രേഡ് ചെയ്യുന്ന US-ലെ ഒരു 500 സ്റ്റോക്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ആ സ്റ്റോക്സിൽ പോയി, ആ സ്റ്റോക്സിൽ പല ഏരിയയിലും അദ്ദേഹം ട്രേഡ് ചെയ്ത ഏരിയാസ് ഉണ്ട്, അതിൻ്റെ ഒക്കെ ഡാറ്റാബേസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം എങ്ങനെയാണ് സർ മിനർവേനി ട്രേഡ് ചെയ്തത്, അവിടെ ഏത് രീതിയിലായിരിക്കും അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ US സ്റ്റോക്കാണ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ചിലപ്പോൾ ഞാൻ ഒറ്റ ദിവസം ഫുൾ ഡേ ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിരുന്നു ഞാൻ ഈ ചാർട്ട്സ് കാര്യങ്ങളൊക്കെ മുഴുവൻ സ്റ്റഡി ചെയ്യാറുണ്ട്. അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എവിടെയാണോ അത് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ കീപ്പ് ചെയ്യും, പിന്നെ അത് റിവ്യൂ ചെയ്യും. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള വർക്ക് ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് പറയാം ഇത്രയേ ഉള്ളൂ സംഭവം, അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ മതിയല്ലോ എന്ന് പറയും. ബട്ട് അതല്ല, നമ്മളെല്ലാ സമയത്തും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഒരുപാട് വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കോർ ട്രേഡിംഗ് കോഴ്സിൻ്റെ കഴിഞ്ഞ 8 വീഡിയോസിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും എന്നോട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ എന്നോട് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ എവിടെയെന്നാണ്. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വീഡിയോ കണ്ടു, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, ഇനി അടുത്ത വീഡിയോയിലേക്ക് പോയി. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആരുടെങ്കിലും വീഡിയോയിൽ പോയി അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് എന്താണ്, അതിൽ എനിക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ നിങ്ങളൊരു 100 1000 ചാർട്ട് നോക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് 100 മടങ്ങ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഞാൻ ജസ്റ്റ് വഴി കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ബിക്കോസ് നമ്മൾ 100% ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മറ്റേ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ആക്ച്വൽ പൊട്ടൻഷ്യലിനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ട്രേഡർ ആകാൻ പറ്റില്ല. ബിക്കോസ് ഒരാളെയും കോപ്പി ചെയ്ത് വേറെ ഒരാളും ട്രേഡർ ആയിട്ടില്ല. ഒരാളിൽ നിന്ന് പഠിക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, പല സമയത്തും പണ്ട് മുതലേ പറയുന്നതാണ്. ഇപ്പോൾ സർ ജെസ്സി ലിവർമോറിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് സർ സ്റ്റാൻ വെയിൻസ്റ്റീൻ അല്ലെങ്കിൽ സർ മിനർവേനി, ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ സർ വില്യം ഒനീൽ, നമുക്കറിയാം ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ക്യാൻസലിംഗ് മെത്തേഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബുക്ക്. ഞാൻ ക്യാൻസലിംഗ് ആ രീതിയിലൊന്നും യൂസ് ചെയ്യാറില്ല. ബട്ട് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബൈബിൾ ഓഫ് ട്രേഡിംഗ്. എല്ലാ ബുക്കിലും ഒരുപാട് സ്മോൾ ഗോൾഡൻ നഗറ്റ്സ് ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഞാൻ അതാണ് നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് 100% അതുപോലെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ നിങ്ങളും ഒരുപാട് ട്രേഡിംഗ് ചെയ്ത് ഒരുപാട് നാളായിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യമൊക്കെ വായിച്ചിട്ടുണ്ടാകുന്ന ബുക്കില്ലേ, ആദ്യം നമ്മൾ വായിച്ച സമയത്ത് നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് ആക്ച്വലി മനസ്സിലായിട്ടുണ്ടാവില്ല. അവർ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ബട്ട് അതിൻ്റെ റിയൽ ഡീപ്പ് ഇൻ ഡെപ്ത് മീനിങ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അതുപോലെയുള്ള ബുക്സൊക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും. അതുപോലെ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ കൺസെപ്റ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെങ്കിലും പുതിയത് പഠിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം നോക്കേണ്ടത്. സോ ഈ കോർ ട്രേഡിംഗ് കോഴ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് ഇത്രയാണ്. ബട്ട് ഇതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് ഈസ് ഇൻഹെറൻ്റ്ലി ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും നമ്മളുടെ ട്രേഡിംഗ് ബുള്ളിഷ് സൈഡിലേക്കായിരിക്കണം കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗ്യാപ്സിനെ കുറിച്ചായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നെക്സ്റ്റ് കുറച്ച് വീഡിയോസിൽ ഞാൻ ചെയ്യും. സോ ബട്ട് ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് നിങ്ങളുടെ സ്കില്ലിനെ മാക്സിമം പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നല്ല ട്രേഡർ ആവാൻ പറ്റൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൻ്റെ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് റിസ്ക് റിവാർഡാണ്. ഈ റിസ്ക് റിവാർഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പൊട്ട സ്ട്രാറ്റജി കൊണ്ടും നല്ല റിസ്ക് റിവാർഡ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മില്യണർ ആവാൻ പറ്റും. അതേസമയത്ത് നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി കൊണ്ട് നല്ല റിസ്ക് റിവാർഡ് അല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ട്രേഡ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് റിസ്ക് റിവാർഡിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമുക്കൊന്ന് വൈകുന്നേരം സ്ക്വയർ ഓഫ് ചെയ്തേ പറ്റും. അതുപോലെ ഈവൻ ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ. അവിടെ നമുക്ക് വലിയ എമൗണ്ട് വേണം ട്രേഡ് ചെയ്യാൻ, നമ്മൾ വലിയൊരു ലെവറേജാണ് എടുക്കുന്നത്.
അതേ സമയത്ത് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വെറും 1000 രൂപ, അല്ലെങ്കിൽ 1000 എന്ന് പറയുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയി, ബട്ട് ഒരു 10,000 50,000 വെച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിനെ ഒരുമാതിരി എവിടെ ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഈ വർഷം 300% വേണം, 500% വേണമെന്ന് ചിന്തിക്കാതെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പഠിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ 50,000 കൊണ്ട് പോലും തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ നമുക്ക് ട്രേഡിംഗ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണെന്ന് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രീ കോഴ്സ് ഞാൻ യൂട്യൂബിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് എല്ലാവരും എന്നോട് ചോദിക്കും സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യണം, നിങ്ങൾ പറയുന്നത് എങ്ങനെ ചെയ്യണം? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിന് ഒരുപാട് നെക്സ്റ്റ് ലെവൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ ഓരോ വീഡിയോസിലായിട്ട് നെക്സ്റ്റ് കമ്മിങ് വീക്സിൽ നമുക്ക് ചെയ്യാം. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പല സമയത്തും പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ വിചാരിക്കും എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു ട്രേഡർ ആവാൻ പറ്റില്ല. പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന അവർ 1 കോടി 2 കോടിയൊക്കെ അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 50,000 നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് 70,000 ആക്കാനും 90,000 ആക്കാനും 1 lakh ആക്കാനും ആദ്യം കുറച്ച് സമയം എടുത്തുനിന്ന് വരും. ബട്ട് ഈ ട്രേഡിങ്ങിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാ സമയത്തും എക്സ്പൊണൻഷ്യൽ ആയിരിക്കും. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എത്ര പൈസയാണ് കയ്യിലേക്ക് വരിക എന്നുള്ളത്. സോ ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രാക്ടീസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണ്? നല്ലൊരു ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൽ, നല്ലൊരു ബ്രോക്കറിൻ്റെ പിന്നെ നമുക്ക് ഇന്ത്യയിൽ വലിയ ഇഷ്യൂസ് ഇല്ല. ഒരു നോർമൽ ഏതെങ്കിലും ഒരു ബ്രോക്കർ മതി, ഡിസ്കൗണ്ട് ബ്രോക്കർ. ബട്ട് ഒരു ട്രേഡിംഗ് വ്യൂ പോലെയുള്ള ഒരു നല്ല സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ബ്രോക്കേഴ്സിൻ്റെ ചാർട്ട്സ് പ്ലാറ്റ്ഫോമും അതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ട്രേഡിങ്ങിനെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ബിസിനസ്സായിട്ട് പരിഗണിക്കുക. ഇത് ട്രേഡിംഗ് എന്ന് പറയുന്ന എന്തോ ഒരു സംഭവമല്ല, പക്ഷേ ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് തന്നെ ഒരു തട്ടുകട തുടങ്ങുന്ന ആൾക്കാണെങ്കിൽ പോലും അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച്, ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈസി ഇൻ ദ സെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള, അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ടാത്ത ഒരു ബിസിനസ്സാണെങ്കിൽ പോലും നമ്മളുടെ ഒരു ട്രേഡിംഗ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രേഡിംഗ് വ്യൂ, മാർക്കറ്റ് സ്മിത്ത് അതുപോലെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർസ് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നതാണ്. സോ അതുപോലെയുള്ള സംഭവങ്ങൾ അറ്റ്ലീസ്റ്റ് ട്രേഡിംഗ് വ്യൂ എങ്കിലും ഒരു എസെൻഷ്യൽ പ്ലാനെങ്കിലും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും, ഡാറ്റ ഒരുപാട് ബാക്കിലേക്ക് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും, അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.